അതാ നോക്കൂ മുറ്റത്തൊരു മൈന. അർജുനേശ്വരന്റെ കട്ടുണ്ടല്ലോ. എന്നാടാ ദമു എന്ത് പറ്റിയടാ? ഏയ് ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. ഡബിളാ ഡബിള്. അവിടെയും കണ്ടു ഇവിടെയും കണ്ടു. അങ്കമാലിത്തെ അർജുനേശ്വരൻ. എന്താ എന്റെ ഉദ്ദേശം? നിന്റെ അച്ഛനെങ്ങാനും അടിപൊളിയായിട്ട് ഞങ്ങൾ കണ്ട് ഞെട്ടിപ്പോയി. എതുക്കടാ ഇങ്ങ വന്ന ஏன்டா என்ன டென்ஷன் பண்ற? எங்க பார்த்தாலும் நீ. ഞാൻ പെട്ടെന്ന് സൈഡിൽ വെച്ചപ്പോ അർജുനേശ്വരൻ നടന്നോന്ന് വെച്ചു. ഒരു തമാശക്ക് വേണമെങ്കിൽ അങ്ങനെയും പറയാം. പറയാറുണ്ട്. അയ്യോ നീ കണ്ടത് കണ്ടു ഞങ്ങൾ നിന്നെ വിളിച്ച് കാണിക്കണേ. എവിടെ സ്ഥലം എവിടാ? അങ്കമാലി തന്നെ. സത്യം പറ, നീ ആരാ? ഞാൻ ആരുമല്ല. നീ എന്റെ കഞ്ഞിയിൽ പാറ്റിടാൻ വന്നവനല്ലടാ. സൈഡിൽ നടന്നപ്പോ കറക്റ്റ് അർജുനേശ്വരൻ. ഓക്കെ താങ്ക്സ്. ഇനി സമയം ഒട്ടും പാഴാക്കണ്ട. എന്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാവാ. അതിനുള്ള എന്തെങ്കിലും വന്നാലും ഞാൻ വായിച്ചോളാം. ആയിട്ടായിരുന്നു ഞങ്ങൾക്ക് ഹണി റോസിന്റെ കോസ്റ്റ്യൂം ചെയ്യാനുള്ള അവസരം കിട്ടിയത്. സോറി, ആള് മാറിപ്പോയി. സാറിനെ പോലെ തന്നെ വേറൊരു കള്ളനുണ്ട്. സോറി കേട്ടോ. ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ഹണി റോസ് എന്നത് ഒരു ഫിലിം സ്റ്റാർ, ഈശ്വര ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ട് ഞങ്ങൾക്ക് പറയാനാണെങ്കിൽ അവൻ തന്നെയല്ലേ ഇവൻ? എനിക്കൊന്നും അറിഞ്ഞൂടാ. എന്നാ ഒളിവി പോണേനക്കാ. உங்க புள்ள எம்ஜிஆர் படம் மாதிரி டபுள் ரோல்னு நான் நினைக்கவே இல்ல. ഈ കെണി എവിടുന്ന് പറഞ്ഞു വിട്ടില്ലെങ്കിൽ ഞാൻ പട്ടിണിയായിപ്പോ. തന്നെ പോലൊരാളെ അല്ല രണ്ടുപേരെ ഞാൻ കണ്ടു. ലോകത്ത് ഒരാളെ പോലെ 7 പേരുണ്ടെന്നല്ലേ സാറേ പറയാറ്? അപ്പൊ 5 പേരും കൂടെ വരാൻ. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ.